മഞ്ഞാലുംമൂട്, തെറ്റിവിള, പ്ലാവിള ഈ സ്ഥലങ്ങളിലുള്ള സഭകളുടെ സംയുക്തമായ ഈ യോഗത്തിൽ ഈ പ്രഥമ രാത്രിയിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിപ്പാൻ ഈ സ്ഥലത്ത് വരുവാൻ ദൈവം ഒരവസരമൊരുക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം ഈ മഹത്വമേറിയ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് എന്നെ ക്ഷണിച്ച ഈ സഭകളുടെ ചുമതലകളൊക്കെയുള്ള ദൈവദാസന്മാർ, വിശേഷാൽ പ്രിയപ്പെട്ട പാസ്റ്റർ ഷിബു, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, ഈ 3 സഭകളിലുമുള്ള വിശ്വാസ സമൂഹം, എല്ലാവരോടുമുള്ള സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സുവിശേഷ പ്രവർത്തകരും ഈ യോഗത്തിൽ സംബന്ധിക്കാൻ കടന്നു വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയുമാണ്. ഈ രാത്രിയിൽ രണ്ടാമത് പ്രാർത്ഥിച്ച ദൈവദാസൻ, അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിൽ വളരെ ഭാരത്തോടുകൂടെ ഉരുവിട്ട തിരുവെഴുത്തിലെ ഒരു വചനമെടുത്ത് അതിൽ നിന്ന് ഒരാലോചന പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഏതു വർഷങ്ങളിൽ ഇവിടെ വന്നു എന്നെനിക്ക് ഓർമ്മയില്ലെങ്കിലും മഞ്ഞാലമ്മൂട്ടിലും പ്ലാവിളയിലുമൊക്കെ കുറേ കാലം മുമ്പ് 2 വർഷം പ്രസംഗത്തിനായിട്ട് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ദൈവദാസൻ, എൻ്റെ കൂട്ടു സഹോദരൻ ബാബു പി ഹെൻറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഉണ്ടായിരുന്നു. അന്ന് മക്കളൊക്കെ വളരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹവും ഞാനും 3 വർഷം ഒരു വേദപാഠശാലയിൽ പഠിച്ചവരാണ്. അന്നുണ്ടായിരുന്ന 10-30 വിദ്യാർത്ഥികളിൽ ഞാൻ ഏറ്റവും അധികം അടുത്ത ഒരു വ്യക്തിയാണ് ബാബു പി ഹെൻറി. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്തുത്യർഹവും നിലനിൽക്കുന്ന ഫലമുള്ളതുമാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ ആലോചനയ്ക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധരമായ 2 ചോദ്യങ്ങളാണ് ഈ 2 വാക്യങ്ങളിലായി രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ചോദ്യങ്ങളും അവിടുത്തെ മറുപടികളും ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങളുടെ ഒരു നിക്ഷേപമാണെന്ന് പറയാൻ താല്പര്യമുണ്ട്. ഇവിടെ ക്രിസ്തു ചോദിക്കുന്ന 2 ചോദ്യങ്ങളൊന്ന്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും
തൻ്റെ ആത്മാവിനെ കളയുകയും ചെയ്താൽ എന്തു പ്രയോജനം? ഇവിടെ ജീവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ ആത്മാവ് എന്നർത്ഥം വരുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനം നമുക്കിങ്ങനെ പറയാം: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? മനുഷ്യനെന്ന് പറയുന്നത് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മുടെ പൂർവിക പിതാക്കന്മാർക്ക് അസാധ്യമായി തോന്നിയ പലതും ഈ നൂറ്റാണ്ടുകളിൽ സാധ്യതപ്രായം ആയിരിക്കുന്നു. ഒരിക്കൽ കാട്ടിൽ അമ്പും വില്ലും ഉപയോഗിച്ച് അടരാടി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കാലമൊക്കെ മാറി മനുഷ്യൻ പരിഷ്കാരത്തിൻ്റെ പരമകാഷ്ഠയെ പ്രാപിച്ചിരിക്കുകയാണ്. വായുവിലൂടെ വളരെ വേഗതയിൽ പറക്കുവാനും സമുദ്രമാർഗത്തിലൂടെ സ്വച്ഛന്തം വിഹരിക്കാനും മനുഷ്യഹൃദയങ്ങളെ മാറ്റിവെക്കുവാനും മനുഷ്യ അവയവങ്ങളെ തന്നെ മാറ്റിവെക്കുവാനും ഒക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ നിരൂപിക്കുന്നതൊക്കെ അവൻ അസാധ്യമാകുന്നില്ല എന്നുള്ള ഒരു കാലഘട്ടം. ശാസ്ത്രത്തിൻ്റെ ഊഞ്ഞാലിൽ ആന്തോളനമാടുന്ന ഒരു കാലഘട്ടം. ശാസ്ത്രത്തിൻ്റെ നീളമുള്ള കരങ്ങൾ നീട്ടി വാനഗോളങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ശാസ്ത്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതമായ നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നേടേണ്ടത് മുഴുവൻ നേടിയെന്നും സകലവും കൈപ്പിടിയിൽ ഒതുക്കിയെന്നും ഹുങ്കാരം മുഴക്കുന്ന മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ ഒരു കാലഘട്ടം. അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറയിലേക്ക് ഊളിയിട്ട് ഒന്നിറങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യം: ഈ നേട്ടങ്ങൾ മുഴുവൻ കൈവരിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ ഇന്നും അസ്വസ്ഥനാണ്. അസമാധാനവും അസന്തുഷ്ടിയും അസന്തോഷവും അവൻ്റെ കൈമുതലാണ്. അനിശ്ചിതത്വവും അരാജകത്വവും അവൻ്റെ ജീവിതത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യ ഹൃദയത്തിൽ ഇങ്ങനെയൊരു ശൂന്യത സംഭവിക്കുന്നത്? എന്തുമാത്രം മനുഷ്യനാണ് ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓരോ ദിവസവും മരിക്കുന്നവരെന്ന ഉള്ളതിനേക്കാൾ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളാണുള്ളത്. എന്താണ് ഇതിൻ്റെ കാരണം? നേട്ടങ്ങൾ കൈവരിക്കാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസപരമായോ സാംസ്കാരികമായോ സാമ്പത്തികമായോ ശാസ്ത്രീയമായോ നേട്ടങ്ങൾ കൊയ്തെടുക്കാഞ്ഞിട്ടാണോ? അല്ല. പിന്നെന്താണ് അതിൻ്റെ കാരണം? മനുഷ്യൻ്റെ അനിശ്ചിതത്വത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും കാരണം അവൻ്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ശൂന്യതയുടെ കാരണം എന്താണ്? ആ കാരണത്തിലേക്കൊന്നിറങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം: അവൻ നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ വെച്ച് നികത്താനാവാത്ത വിധത്തിലുള്ള വലിയ നഷ്ടം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ നേട്ടങ്ങൾ മുഴുവൻ കൈവരിച്ചിരിക്കുന്ന മനുഷ്യനിൽ സംഭവിച്ചിരിക്കുന്ന നഷ്ടം? അത് മനുഷ്യന് നികത്തുവാനാവുന്നതിനേക്കാൾ അപ്പുറമായ നഷ്ടമാണ്. ആ നഷ്ടമെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിൻ്റെ നഷ്ടമാണ്. അവൻ്റെ ആത്മാവിൻ്റെ നഷ്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് യേശു പറയുന്നത്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും
തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? മനുഷ്യൻ്റെ സകല നേട്ടത്തേക്കാൾ വലിയ നഷ്ടം അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരാത്മാവുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? പലരും പറയുന്നത് മനുഷ്യനെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മണ്ണുകൊണ്ട് അവസാനിക്കുന്നവനെന്നാണ്. ഇതിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് പഠിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. പണ്ടാരോ പറഞ്ഞു വെച്ചതുപോലെ മനുഷ്യൻ 6 അടി മണ്ണിൻ്റെ ജന്മിയാണ് എന്ന് പറയുന്നവരുണ്ട്. അന്തരിച്ചുപോയ ശ്രീ കമുകറ പാടുന്നത് പോലെ മനുഷ്യനെന്ന് പറയുന്നത് 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിപ്പോകുന്ന ജീവിതം എന്ന് അദ്ദേഹം പാടി വച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് മരണത്തിൻ്റെ മറുകരയിൽ ഒന്നും ശേഷിക്കുന്നില്ല, എല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്നാണ് പല ആളുകളും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ വചനകൂടാരത്തിൽ ഇട്ടിരിക്കുന്ന കസേരയിൽ വന്നിരിക്കുന്ന സഹൃദയരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടായിട്ടും ഈ മൈക്കിൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ തെരുവിലോ വിവിധ വീടുകളിലോ ഇരുന്ന് കേൾക്കുന്നവരിൽ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോടായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയാണ്, മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നവനല്ല. മനുഷ്യന് മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. മരണത്തിൻ്റെ മറുകരയിൽ മനുഷ്യന് ജീവിതമുണ്ടെന്ന് മരണത്തിൻ്റെ മറശീല നീക്കിക്കൊണ്ട് മനുഷ്യന് വെളിപ്പെടുത്തിയ ഏക വ്യക്തി ഈ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ധനവാന്റെയും ലാസറിൻ്റെയും സംഭവ കഥയിലൂടെ മരണത്തിൻ്റെ മറുകരയിൽ എന്താണെന്നുള്ളത് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവിടെ മരണത്തിനപ്പുറം ധനവാൻ ജീവിക്കുന്നതായി കാണുന്നു, മരണത്തിൻ്റെ മറുകരയിൽ ലാസർ ജീവിക്കുന്നതായി കാണുന്നു. ആ സംഭവ കഥകളിലൂടെ യേശു പഠിപ്പിച്ചത് മരണത്തിൻ്റെ അപ്പുറം ഒരു ജീവിതമുണ്ടെന്നാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ കാരണം? മനുഷ്യന് ഒരാത്മാവുണ്ടെന്നുള്ളതാണ്. മനുഷ്യൻ ആത്മാവില്ല എന്ന് വന്നാൽ സകല ജീവജാലങ്ങളെക്കാൾ നാം ഒക്കെ വില കുറഞ്ഞവരാണെന്നുള്ളതിന് സംശയം വേണ്ട. നമുക്കറിയാം ഇവിടെയൊക്കെ എന്തു വിലയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് ഉള്ള ചിക്കൻ ഷോപ്പിൽ ചെന്ന് എൻ്റെ മകൻ ഒരു കോഴി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തെ ഇന്നലത്തെ വില 140 രൂപയാണ്. 1 കിലോ ചിക്കൻ്റെ അല്ലെങ്കിൽ കോഴിയുടെ മാംസത്തിന് 1 കിലോ കോഴിക്ക് 140 രൂപ 1 കിലോ. അങ്ങനെ തുടങ്ങി ആടിന് അതിനേക്കാൾ വില, ബീഫിന് അതിനേക്കാൾ, അതിൻ്റെ അത്രയും വില വരികയില്ലെങ്കിലും കോഴിയേക്കാൾ വില. അപ്പം ഇതിൻ്റെയൊക്കെ മാംസങ്ങൾക്ക് വിലയുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യൻ്റെ മാംസത്തിന് വല്ല വിലയുണ്ട്? മനുഷ്യൻ്റെ മാംസത്തിന് വിലയില്ലല്ലോ. അപ്പോൾ ഇതിലേതാണ് വില കൂടിയ ജന്തു? ഇനി അത് തന്നെയല്ല, പോത്തിൻ്റെ തോല് ഉരിച്ച് കൊടുത്താൽ അതിന് പൈസ കിട്ടും, ആടിൻ്റെ തോൽ ഉരിച്ചു കൊടുത്താൽ അതിന് പൈസ കിട്ടും. മനുഷ്യൻ്റെ തോൽ ഉരിച്ചു കൊടുത്താൽ എന്തോ കിട്ടും? കാണ്ടാമൃഗത്തിൻ്റെ തൊലിയേക്കാൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അവരുടെ തൊലിക്ക് കട്ടിയുണ്ടെങ്കിലും ആ തൊലി ഉരിച്ചു കൊടുത്താൽ 5ൻ്റെ പൈസ കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ചോദ്യം, അപ്പോൾ മനുഷ്യനാണോ വില, ഈ ജന്തുക്കൾക്കാണോ വില? വളരെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു.
അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ചാൾസ് മേയോ എന്നായിരുന്നു. അദ്ദേഹം മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ, മൂലകങ്ങളെ കണക്കിലെടുത്ത് മനുഷ്യനൊരു വില കൊടുത്തു. ആ വിലയെന്ന് പറയുന്നത് 6 രൂപ 40 പൈസ. അതിനവർ പറയുന്നത് 2-3 കൊള്ളി തീപ്പെട്ടി ഉണ്ടാക്കാനുള്ള ഫോസ്ഫറസ് ഈ ശരീരത്തുണ്ട്. 2 ഇഞ്ച് 2-3 ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ് ഈ ശരീരത്തുണ്ട്. 1-2 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ് ഈ ശരീരത്തുണ്ട്. കുറച്ച് മഗ്നീഷ്യം ഈ ശരീരത്തുണ്ട്. ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം ഈ ശരീരത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് അദ്ദേഹം കൊടുത്ത വില 6 രൂപ 40 പൈസ. ഈ 6 രൂപ 40 പൈസ വില വരുന്ന മനുഷ്യനാണ് വൈകുന്നേരത്ത് അല്പം മദ്യം സേവിച്ച് അടുത്തുള്ള കവലയിൽ നിന്ന് ആടി റോഡിന് വീതിയില്ലാതെ തലയിൽ ഒരു വട്ടക്കെട്ടും കെട്ടി തയ്യക്കാർ പിടിപ്പിച്ചു കൊടുത്ത ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അഴിച്ചു മാറ്റി നെഞ്ചു വിരിച്ചുകൊണ്ട് അവൻ നാട്ടുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോടാ എന്നാണ്. നീ ആരാണെന്നറിയാം. നീ കേവലം 6 രൂപ 40 പൈസ വില വരുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യൻ ആത്മാവില്ലെന്ന് വന്നാൽ മനുഷ്യൻ കേവലം ജൈവരാസ പിണ്ഡമാണ്. മനുഷ്യൻ കേവലം ഒരു ശരീരമാണ്. അങ്ങനെ കേവലം ഒരു ജൈവരാസ പിണ്ഡമാണെങ്കിൽ സകല ജീവജാലങ്ങളെക്കാൾ വില കുറഞ്ഞിരിക്കുന്നത് മനുഷ്യനാണ്. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇവിടെ മാടിനെ കശാപ്പി ചെയ്യുന്ന ആളുകളുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. അവരുടെ ആരുടെയെങ്കിലും അടുക്കൽ പോലീസുകാർ കേസ് എടുക്കാൻ ചെല്ലുന്നുണ്ടോ? അവരുടെ ഇടയിൽ ഇതിനെ കൊന്നതിന് മകസ തയ്യാറാക്കുന്നുണ്ടോ? മാടിനെ അറുത്ത വ്യക്തിയെ ബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? അവനെ കോടതിയിൽ വിസ്തരിക്കുന്നുണ്ടോ? അവന് ശിക്ഷ കൊടുക്കുന്നുണ്ടോ? ഇല്ല. 6 രൂപ 40 പൈസ മാത്രം വില വരുന്ന മനുഷ്യനെ കൊല്ലുമ്പോൾ അവിടെ പോലീസ് വരുന്നു. അവിടെ അവനെ പിടിച്ചു കോടതിയിൽ ഹാജരാക്കുന്നു. ചില ദിവസങ്ങൾ റിമാൻഡിലാക്കുന്നു. അതിനുശേഷം അവനെ ജയിലിൽ അടയ്ക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഒരു കാര്യം വളരെ വ്യക്തമാ: സകല ജീവജാലങ്ങളെക്കാൾ മനുഷ്യൻ വിലയുള്ളവനാണെന്ന് അവിടെ വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർവ്വലോകത്തേക്കാൾ വിലയുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഞാനൊരു വസ്തുത പറയാം. ഈ തെറ്റുവിളയിൽ ഏറ്റവും വലിയ ധനാഢ്യനും ഇവിടുത്തെ ഏറ്റവും വലിയ ദരിദ്രനും വേദപുസ്തകം കൊടുത്തിരിക്കുന്ന യേശു കൊടുത്തിരിക്കുന്ന ഒരൊറ്റ വിലയേയുള്ളൂ. ആ വില സർവ്വലോകത്തേക്കാൾ വിലയാണ്. എനിക്ക് വിലയില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, എനിക്കിവിടെ എന്താണ് വില, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഈ ശബ്ദവാഹിനിയുടെ പരിധിയിൽ ഞങ്ങളെ ഓർപ്പിക്കട്ടെ, നീ അങ്ങനെ പറയരുത്. നിന്നെ സൃഷ്ടിച്ച ഉടയ തമ്പുരാന്റെ മുൻപിൽ നീ വളരെ വിലയുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മനുഷ്യനെ വിലയുള്ളവനാക്കി തീർക്കുന്നത് ഈ ശരീരമല്ല, മനുഷ്യൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് അദൃശ്യമാണ്. എന്നെ കാണണമെങ്കിൽ ഈ ശരീരം വേണം. പക്ഷേ ഈ ശരീരമല്ല ഞാൻ എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ പേര് വളരെ വിചിത്രമായ ഒരു പേരാ, ചാണ്ടപ്പിള്ള ഫിലിപ്പ്. അത് പറഞ്ഞൊപ്പിക്കാൻ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചിലർ മിക്കവാറും തെറ്റിച്ചേ പറയത്തുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ശാന്തപ്പിള്ള എന്നാണ് പറയുന്നത്. അങ്ങനെ തുടങ്ങുന്ന വിവിധ നിലയിലാണ് ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ചാണ്ടപ്പിള്ള ഏതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈയെടുത്തിട്ട് കാണിക്കുന്നതേ ഇതാ ചാണ്ടപ്പിള്ള. അപ്പം നിങ്ങൾ പറയും അത് ചാണ്ടപ്പിള്ളയല്ല, ചാണ്ടപ്പിള്ളയുടെ കൈയാണെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ കാല് പൊക്കി കാണിച്ചിട്ട് പറയും ഇതാണ് ചാണ്ടപ്പിള്ള.
അപ്പോഴും നിങ്ങൾ പറയും അത് ചാണ്ടപ്പിള്ളയുടെ കാല. ചാണ്ടപ്പിള്ളയല്ലെന്ന് പറയും. എൻ്റെ കണ്ണട് കാണിച്ചിട്ട് ഇതാണ്, അല്ല അത് ചാണ്ടപ്പിള്ളയുടെ കണ്ണ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, കൈ ചാണ്ടപ്പിള്ളയുടെ കൈയാണെങ്കിൽ, കാല് ചാണ്ടപ്പിള്ളയുടെ കാലാണെങ്കിൽ, കണ്ണുകൾ ചാണ്ടപ്പിള്ളയുടെ കണ്ണുകളാണെങ്കിൽ, മൂക്ക് ചാണ്ടപ്പിള്ളയുടെ മൂക്കാണെങ്കിൽ, കാതുകൾ ചാണ്ടപ്പിള്ളയുടെ കാതുകളാണെങ്കിൽ, കാലുകൾ ചാണ്ടപ്പിള്ളയുടെ കാലുകളാണെങ്കിൽ, മുഖം ചാണ്ടപ്പിള്ളയുടെ മുഖമാണെങ്കിൽ, തല ചാണ്ടപ്പിള്ളയുടെ തലയാണെങ്കിൽ, ചാണ്ടപ്പിള്ള എന്തിയെ? ചാണ്ടപ്പിള്ള എന്തിയെ? ചാണ്ടപ്പിള്ളയും നിങ്ങളും വസിക്കുന്ന ഒരു കൂടാണ് ഈ ശരീരമെന്ന് പറയുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ മിക്കവാറുമൊക്കെ ഒരു കാലത്ത് പ്രസംഗിക്കാൻ പോകും. കഴിഞ്ഞിടെ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, അത്രയും ദൂരം വരാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഈ പ്രിയപ്പെട്ട മകൻ ഷിബു എന്നല്ലേ പേര്, ഷിബു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇത്രയും ദൂരം, വയസ്സ് ഇത്ര, പറയുന്നില്ല വയസ്സ് ഇത്ര, ഇത്രയും ദൂരമുണ്ട്, എങ്ങനെയാ മോനെ? തന്നെയല്ല, നാളെയും മറ്റന്നാളും എനിക്ക് അങ്കമാലിയില്ല, ഈ ഒരു ദിവസത്തേക്ക് ഞാൻ ഇത്രയും ദൂരം താണ്ടി വരണ്ടേ? അപ്പോൾ മോൻ പറഞ്ഞു വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്നത്. അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ഇതിനു മുൻപ് ഒരുപാട് യാത്ര ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കേൾക്കുന്ന നല്ല നല്ല പാട്ടുകളുണ്ട്. ഇവിടുത്തെ ഇന്ന് മോശമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കണ്ടൊരു സുഖം തോന്നിയില്ല. ഉള്ളതുപോലെ പറയുന്ന ഒരുത്തനാണ് ഞാൻ. എനിക്കത്ര സുഖമൊന്നും തോന്നിയില്ല. കുറേ കൂടെ ആത്മീയ അന്തരീക്ഷമുള്ള പാട്ടുകളൊക്കെ പാടി ഈ ജനത്തെ കൊണ്ട് പാടി ദൈവത്തെ സ്തുതിപ്പിക്കണം. മനസ്സിലായി? അത്രയും പറഞ്ഞ് ഇനി ഒരു അറ്റാക്ക് ആർക്കും വരാതിരിക്കാൻ ഞാൻ അത്രയും പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. അപ്പം ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. അതിലൊരു പാട്ടെന്നെ വളരെ സ്പർശിക്കുകയുണ്ടായി. അതിൻ്റെ പാടുന്നൊന്നുമില്ല, അതിൻ്റെ ഒരു 2 ലൈൻ ഇങ്ങനെയാണ്: നീ വാഴും വാഴ്ക്കയിത്താൻ ഇത് വാടകൈ വീടുതാൻ. നീ വാഴും വാഴ്ക്കയിത്താൻ ഇത് വാടകൈ വീടുതാൻ. ഇത് വാടക വീടാ. മനസ്സിലായോ? ഇത് വാടക വീടാ. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ഈ വാടക വീടിന് വേണ്ടി എന്ത് പണമാണ് ചെലവഴിക്കുന്നത് അല്ലേ? ഈ മുഖമൊന്ന് വൃത്തിയാക്കാൻ തന്നെ 3000 രൂപയല്ലേ ഈ വാടക വീടിന് ചെലവഴിക്കുക? തലവരെ തേച്ചില്ലാതാക്കിക്കൊണ്ട 10 രൂപ. ഇത് വാടക വീടാണ്. ഒരിക്കൽ തമ്പുരാൻ പറയും ഇതൊഴിയാൻ പറയും. അങ്ങനെ ഒഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ് ഈ ശരീരം വിട്ടുപോകുകയും ഈ ശരീരം മണ്ണിലേക്ക് വിടപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, മനുഷ്യനെ വിലപ്പെട്ട മനുഷ്യന് ആത്മാവുണ്ടെന്നുള്ളത് നമ്മുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകം പറയുന്നതെല്ലാം വിശ്വസിക്കാമോ? നിശ്ചയമായും വേദപുസ്തകം പറയുന്നതൊക്കെ വിശ്വസിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യം പറയാം. 1, ഇത് ദൈവശ്വാസിയ തിരുവെഴുത്താണ്. 2, ഇത് യഹോവയുടെ പുസ്തകമാണ്. 3, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകം ആത്മാവ് മനുഷ്യനുണ്ടെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഞാനൊരു 3 വാക്യങ്ങൾ മാത്രം അത് സംബന്ധിച്ചൊന്ന് ഓർപ്പിക്കാം. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശത്തെ വിരിച്ചവനും ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനും മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചവനുമായ യഹോവയെ ിലൂടെ ദൈവം പറയുകയാണ്, ആകാശത്തെ വിരിച്ചവനും ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനും മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചവനുമായ യഹോവയെ അരുളി ചെയ്യുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ആകാശത്തെ വിരിച്ച ദൈവം, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം മനുഷ്യനിൽ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നു, ആത്മാവിനെ നിലനിർത്തിയിരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് കൂടാതെ
സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്ന സോളമൻ രാജാവ് മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ: ശരീരം പൊടിയിൽ നിന്നെടുത്തതാകയാൽ ഇത് പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നുവെന്നാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ശലോമോൻ ഇട്ടിരിക്കുന്ന പേര് പൊടി എന്നാണ്. പൊടിയനെന്നല്ല, പൊടി എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ പൊടിയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രി എന്നൊക്കെ പറയാൻ ഇപ്പം നാണക്കേട, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആളും മുതൽ ചെറിയവൻ വരെ മരിക്കുമ്പോൾ എല്ലാവരുടെയും ശരീരത്തിന് മനുഷ്യൻ കൊടുക്കുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? തമിഴ്നാട്ടിൽ എന്താ പേരെന്ന് എനിക്കറിഞ്ഞുകൂടാ. കേരളത്തിൽ മുഴുവൻ മലയാളത്തിൽ പറയുന്ന പേര് ശവം എന്നാണ്. ശവം. ഞാനിപ്പോൾ മരിച്ചെന്നിരിക്കട്ടെ, ആൾക്കാർ ചോദിക്കുന്നത് ശവം എപ്പോൾ കൊണ്ടുവരുമെന്ന്. അല്ലാതെ ചാണ്ടപ്പിള്ള ഫിലിപ്പിനെ എപ്പോൾ കൊണ്ടുവരുമെന്ന് ആരും ചോദിക്കുകയില്ല. ശവം എപ്പോൾ കൊണ്ടുവരും, ശവം എവിടെ വെച്ചാ ശുശ്രൂഷ, ശവം എപ്പോഴാണ് അടക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായി മാറുക? ശവമായി മാറുക. അതൊക്കെ ഓർത്തു വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. മനസ്സിലായില്ലേ? അല്പം പൈസയായാൽ, ചെറിയൊരു വീട് കിട്ടിയാൽ, കുഞ്ഞൊരു വണ്ടി കിട്ടിയാൽ, പിള്ളേർക്ക് അല്പം പൈസയൊക്കെ ആയാൽ, പിള്ളേർക്കൊരു ജോലി ആയാൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ പൊയ്യങ്കാലേ നടക്കരുത് എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് നടക്കരുതെന്ന് നിഗളിച്ച് യെശയ്യാവിൻ്റെ വാക്കിൽ പറഞ്ഞ തത്തി നടക്കരുത്. ദൈവം തരുന്നതാണെന്നുള്ള അവബോധം നമ്മെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇതൊക്കെ വിട്ടേച്ചു പോകണമെന്ന്, ഇതെല്ലാം ഇട്ടേച്ചു പോകണം. ഇതെൻ്റേതാണെന്നും പറഞ്ഞ് നടക്കുന്ന നമ്മളൊക്കെ ഇതൊന്നും എൻ്റേതല്ലെന്നും പറഞ്ഞ് ഇവിടുന്ന് പോകണം. മരിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പ്രമാണം വല്ലതും പെട്ടിക്കകത്ത് വെച്ച് തരുമോ? ആ മനുഷ്യൻ ആറ്റുനൂറ്റ് ഉണ്ടാക്കിയ ഇത്രയും സമ്പത്ത് അയാൾ പോയപ്പോൾ ആധാരത്തിൻ്റെ ഇതുകൂടെ അയാളെല്ലാം കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. ആകെ പിന്നെ കൊടുത്തു വിടുന്നത് എന്നാന്നറിയാമോ മോളെ? തേണ്ടി ഒരു കണ്ണട കൊടുത്തു വിടും. ആര് മരിച്ചാലും മൂക്കയിൽ കണ്ണടയും വെച്ചുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കുന്നത്. ഇത് കാണുമ്പോൾ എൻ്റെ മോള് കടന്നു പോയപ്പോൾ കണ്ണട കൊടുത്തു. ഈ കണ്ണട കൊടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് സംശയം വരും, കുഴി ചെന്ന് വല്ലതും വേദപുസ്തകം വായിക്കാനാണോ ഈ കണ്ണടയും കൊടുത്ത് വിടുന്നത്? അല്ല, ഈ കണ്ണട അവിടെ വെച്ചാൽ ഇതൊരു ബാധ്യതയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിള്ളേർ വിചാരിക്കും ഈ ആൾ ഇത്രയും കാലം ഉപയോഗിച്ചതല്ല, ഇതൊരു ബാധ്യതയായിട്ട് ഇവിടെ ഇരിക്കേണ്ട, ഇതൂടെ കൊണ്ടുപോക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ മൂക്കയിൽ ഇത് വെച്ചേച്ച് കൊണ്ടുപോകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാം പിടിക്കുന്നുണ്ടല്ലോ. പിടിക്കണം, ജനമെല്ലാം ഇത് കാണണം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ ശലോമോൻ പറയുന്നത് ശരീരം പൊടിയിൽ നിന്നെടുത്തതാകയാൽ ഇത് പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ നോക്ക്, ശരീരവും ആത്മാവും മനുഷ്യനെന്ന് പറയുന്നതും മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സംഗമമാണ്. ഞാനും നിങ്ങളും മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സംഗമമാണ്. ദൈവം തൻ്റെ കരാങ്കുലിയാൽ മനുഷ്യൻ്റെ ശരീരത്തെ മെനഞ്ഞെങ്കിൽ അവൻ്റെ മൂക്കിലേക്ക് ജീവനുകളുടെ ശ്വാസമെന്ന ശരിയായ ട്രാൻസ്ലേഷൻ. ജീവനുകളുടെ ശ്വാസമെന്ന് പറയുമ്പോൾ അവിടെ ആത്മാവും ദേഹിയും ഒന്നിച്ച് സമ്മേളിക്കുന്നതാണ് ജീവനുകളുടെ ശ്വാസം. അത് മൂക്കിലേക്ക് ഊതി. അപ്പോൾ അത് സ്വർഗത്തിൽ നിന്ന്, വിണ്ണിൽ നിന്ന് വന്നു, ശരീരം മണ്ണിൽ നിന്ന് വന്നു. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് വിണ്ണിൻ്റെയും മണ്ണിൻ്റെയും സംഗമമാണ്. എന്നാൽ മരണം സംഭവിക്കുമ്പോൾ ശരീരം മണ്ണിലേക്ക് പോകും, ഈ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്നല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോകുമെന്ന, ദൈവത്തിൻ്റെ കസ്റ്റഡിയില്ല. അതുകൊണ്ട് ആരെങ്കിലും മരിച്ചിട്ട് ഇവിടെ കടന്ന് കറങ്ങുന്നു എന്നാരും പറയരുത്. ചിലരങ്ങനെയാണ്. ചിലർ പറയുന്നത് ഇതിവിടെ മരിച്ചാൽ ഉടനൊന്നും പോവുകയില്ല, ആ മുറിക്കകത്ത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ കടന്ന് കറങ്ങും. ചിലർക്ക് അടുത്ത മുറി കിടന്നുറങ്ങാൻ പേടിയാണ്. കാരണം മറ്റേ പുള്ളി അവിടെയുണ്ട്, ആത്മാവുണ്ട്. ഞാനൊരു വസ്തുത പറയട്ടെ, മരിച്ചവരെ ആരും പേടിക്കരുത്.
ജീവനോടിരിക്കുന്ന കുറേ ശവങ്ങളുണ്ട്, അവരെയാണ് പേടിക്കേണ്ടതെന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ മനുഷ്യനിലുള്ള 3 ഘടകങ്ങളെക്കുറിച്ച് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. നമ്മൾ സാധാരണ പറയുന്നത് ദേഹം, ദേഹി, ആത്മാവെന്ന. കാരണം ദേഹമാണ് നമുക്ക് മുഖ്യ വിഷയം. അതുകൊണ്ട് പറയുമ്പോഴെല്ലാം ദേഹമെന്നാ തുടങ്ങുന്നത്. പക്ഷേ പൗലോസ് പറഞ്ഞ ക്രമം ആത്മാവും ദേഹി അഥവാ പ്രാണനും ദേഹവും. അപ്പോൾ മനുഷ്യനിലെ 3 ഘടകങ്ങൾ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ആ ഘടകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ ആത്മാവ്. തന്നെയല്ല, സകല മതങ്ങളും അത് തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ കുറിച്ച് ഒരു മതത്തിൽ പറയുന്നത്, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഈ ആത്മാവിനെ വാളുകൊണ്ട് പേരിപ്പിക്കാനോ, ജലം കൊണ്ട് ആർദ്രമാക്കാനോ, കാറ്റുകൊണ്ട് ഉണക്കുവാനോ, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ കഴിയുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ആത്മാവ് അമർത്യമാണ്, അതുല്യമാണ്, അനശ്വരമാണ്, ആത്മാവ് നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എവിടുന്നാണ് നഷ്ടപ്പെട്ടു പോയത്? ദൈവത്തിങ്കൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത്. ദൈവത്തിങ്കൽ നിന്ന്, സൃഷ്ടാവും ഉടയവനുമായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാവ് അകന്നു പോയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു വസ്തുത മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈ ഊണരിയും ഉടുതുണിയും പാർപ്പിടവും കിറ്റും കറ്റും ഒന്നുമല്ല ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത്, മനുഷ്യകുലത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, അവന് ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി എന്നുള്ളതാണ്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലെ ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ലോകത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ 135 കോടി വരുന്ന 140 കോടി വരുന്ന ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ലോകത്തിലെ 750-800 കോടി വരുന്ന ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ഈ വചന കൂടാരത്തിൽ ഇരിക്കുന്നവരുടെ പ്രശ്നമെന്ന് പറയുന്നതും ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ഈ തെറ്റുവിളയിലെ വിവിധ വീടുകളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവരുടെ പ്രശ്നമെന്ന് പറയുന്നതും ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എവിടെ നിന്ന് നഷ്ടപ്പെടുത്തി? ദൈവത്തിങ്കിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. തന്നെയല്ല, നിങ്ങളൊരു കാര്യം കൂടെ അവിടെ കാണേണ്ടതായിട്ടുണ്ട്. അവിടെ യേശു ഒരു മനുഷ്യനെന്നാ പറഞ്ഞിരിക്കുന്നത്. യേശു ഒരു മനുഷ്യനെന്നാ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകം പരിചയമുള്ള പലരുമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. ഒന്ന്, കാണാതുപോയ ആട്, കാണാതുപോയ ദ്രഹ്മ, കാണാതുപോയ ഒരു മകൻ. അവനെ മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാട്ട്, അവിടെ എല്ലാം നഷ്ടപ്പെട്ടത് ഒന്നാണ്. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു, 10 ദ്രഹ്മകളിൽ 1 നഷ്ടപ്പെട്ടു, 2 മക്കളിൽ 1 നഷ്ടപ്പെട്ടു. അവിടെ എല്ലാം നഷ്ടപ്പെട്ടത് ഒന്നാണ്. ഇവിടെയും ഒരു മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ നഷ്ടമായാൽ, അപ്പോൾ അവിടെ യേശു പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന് വിലയുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളുമെല്ലാം വലിയ സംഘടനയ്ക്കാണ് വില കൊടുക്കുന്നത്, വലിയ
സമൂഹത്തിനാണ് വില കൊടുക്കുന്നത്. ഇന്നത്തെ സഭകളും ആവർത്തിച്ച് ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ കാണുന്നുണ്ട്, അവിടെ അടിയും പ്രശ്നവുമാ. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ 3000-ലധികം സഭകളുണ്ടെന്നാ. അപ്പം എല്ലാവരും അവരുടെ സഭകളെയും സംഘടനകളെയും മതങ്ങളെയും ഒക്കെ അങ്ങ് മുഴുപ്പിച്ച് കാണിക്കുക ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരോടും പുറമേ കേൾക്കുന്നവരോടും പറയട്ടെ, യേശുവിന് ഈ ആൾക്കൂട്ടമല്ല വിഷയമെന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കണം. യേശുവിന് ആൾക്കൂട്ടമല്ല വിഷയം, യേശുവിന് സഭയിൽ എത്ര വ്യക്തികളുണ്ടെന്നുള്ളതല്ല വിഷയം, യേശുവിന് മതമല്ല വിഷയം, യേശുവിനൊരു പാർട്ടിയല്ല വിഷയം, യേശുവിന് ഒരു മനുഷ്യനാണ് വിഷയം, ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ യേശുവിന് വിലയുള്ളതാ, നിങ്ങൾ യേശുവിന് വിലയുള്ളതാ, ഒരു മനുഷ്യൻ യേശുവിന് വിലയുള്ളതാ. ഈ വില അറിയാത്തവന്മാരാണ് മനുഷ്യനെ കൊല്ലുന്നത്. തമിഴ്നാട്ടിൽ കാണുമായിരിക്കും, കേരളത്തിൽ ചറുപുറ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ മനോരമയോ ഏതെങ്കിലും പത്രമായിക്കോട്ടെ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പത്രം വായിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഇന്നു വല്ലവരെയും കൊന്നിട്ടുണ്ടോ എന്ന്. ഇന്നിപ്പോൾ അങ്ങനല്ല ചോദിക്കേണ്ടത്, ഇന്ന് എത്ര പേരെ കൊന്നെന്നാ ചോദിക്കേണ്ടത്. അന്ന് വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നങ്ങ് തട്ടുകല്ലേ, പാർട്ടിക്കെതിരാണെങ്കിൽ അവനെ തട്ടുക, മതത്തിനെതിരെയാണെങ്കിൽ അവനെ തട്ടുക. തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും തങ്ങളുടെ അസ്ഥിയിൽ നസ്ഥിയും മാംസത്തിൽ നിന്നും മാംസവുമായ ജനത്തെ യാതൊരു കരുണ കൂടാതെ അറുത്തു കൊല്ലുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ വസ്തുത പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കൊല്ലുന്നവരോട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രിയിൽ കൊല്ലാൻ നിനക്ക് അവകാശമില്ല. ജീവനെ എടുക്കുവാൻ ഒരു മനുഷ്യനും അധികാരമില്ല. ജീവന്റെ ദാതാവായ യേശുവിനു മാത്രമേ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളൂ എന്ന് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യന് വിലയുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചവനാണ് കർത്താവായ യേശു. ആ മനുഷ്യനാണ് ഇപ്പോൾ ദൈവത്തിങ്കൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. നഷ്ടമാകാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ പാപമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപമത്രേ എന്നാണ്. മനുഷ്യന്റെ പാപം മനുഷ്യനെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യ ചരിത്രത്തിന്റെ ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നത്. പാപം ചെയ്ത മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദമായി ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ട് ഓടിയൊളിച്ചുവെന്നാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഈ ഒരവസ്ഥ. ഞാനൊരു വസ്തുത നിങ്ങളോട് പറയാം. പാപം ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞെങ്കിൽ അതേ പാപം തന്നെ മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അകറ്റിക്കളഞ്ഞു. പാപം ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞെന്ന് 3-ാം അധ്യായം ഉൽപ്പത്തിയിൽ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ പാപം തന്നെ ദുഷ്ടനായ ഹാബേലിനെ അടിച്ചു കൊന്നുകൊണ്ട് മനുഷ്യനും തമ്മിൽ അകന്നു പോയതായി നാം വായിക്കുന്നുണ്ട്. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ നാട്ടിൽ എന്തോ ഒരു സൗഹൃദമായിരുന്നു, എന്തോ ഒരു സ്നേഹമായിരുന്നു, അയൽവക്ക ബന്ധമായിരുന്നു. ഇന്ന് മനുഷ്യനെയും അകറ്റി നിർത്തേണ്ടതിന് മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ പടുത്തുയർത്തിക്കൊണ്ട് അവന് നേരെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താ കാരണം? അവൻ ദൈവത്തിൽ നിന്നകന്നു. അതിൻ്റെ ഫലമായി സഹജീവികളിൽ നിന്നും മനുഷ്യൻ അകന്നു പോകാൻ ഇടവന്നു. അതാണ് മനുഷ്യനിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമെന്നുള്ളത്. ഇന്ന് രാത്രി ഒരർത്ഥവിരാമം കൊടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ വചന കൂടാരത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇതിൻ്റെ പരിസരങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുമായുള്ളവരെ, ഇതിൽ പരം എന്ത് നഷ്ടമാ മനുഷ്യന് വരാനുള്ളത്?
ഇതിൽ പരമെന്ത് നഷ്ടമാ മനുഷ്യന് വരാനുള്ളത്? അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു, അവന് സഹജീവിയെ നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം അവൻ്റെ പാപമാണ്, ദൈവത്തോട് അവൻ ചെയ്ത ലംഘനമാണ്. അത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ മറുപടിയും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാ. യേശു ചോദിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. കാരണം എന്താ? എങ്ങോട്ടാണ് നഷ്ടപ്പെട്ടത്? അതും കൂടെ ഒന്ന് പറയണമല്ലോ. നഷ്ടപ്പെട്ടത് നരകത്തിലേക്കാണ്, ദൈവമില്ലാത്തിടത്തേക്കാണ്, ക്രിസ്തുവില്ലാത്തിടത്തേക്കാണ്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്കാണ് മനുഷ്യൻ്റെ ആത്മാവ് പാപം നിമിത്തം ദൈവത്തിങ്കൽ നിന്നകന്നു നഷ്ടപ്പെട്ടതെന്നുള്ള വസ്തുത ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നരകമുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. നരകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നരകമുണ്ടോ? ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണത് പറയാൻ കഴിയുന്നത്? ഇതറിയാവുന്ന ആൾ പറഞ്ഞു. അതാരാണ്? യേശുക്രിസ്തു. അത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. എന്താണ് അതിൻ്റെ കാരണം? ബൈബിളിൽ 2 വാക്യം പറയാം. ദൈവപുത്രനായ യേശു ഒരിക്കലുവെന്നും ഒരിക്കലില്ല എന്നുമായിരുന്നില്ല. ഊവെന്ന് തന്നെ, ഊവെന്ന് മാത്രം പറഞ്ഞ യേശു പറഞ്ഞു നരകമുണ്ട് എന്ന്. അതേ യേശുവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ല. സ്തോത്രം. വഞ്ചനയൊന്നുമില്ല. അങ്ങനെ വഞ്ചനയില്ലാത്ത വായിലൂടെ ഊവെന്നു മാത്രം പറയുന്ന യേശു ഒരു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു നരകത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളെ സമയം കിട്ടുമ്പോൾ എടുത്തു നോക്കണം. ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചാൽ ഏതാണ്ട് ഒരു 10 പ്രാവശ്യത്തോളം യേശു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. സ്വർഗമില്ലാതെ ഇറങ്ങി വരാൻ പറ്റുമോ? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്ന മറ്റൊരു ശൈലി എന്താണെന്നറിയാമോ? ഞാൻ മേലിൽ നിന്നുള്ളവൻ എന്നാണ്. ഞാൻ മേലിൽ നിന്നുള്ളവൻ. അങ്ങനെ മേലിൽ നിന്നുള്ളവൻ അഥവാ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സ്വർഗമില്ലാതെ സ്വർഗത്തിൽ നിന്ന് ഒരാൾക്ക് വരാൻ ഒക്കുമോ? ഞാൻ താമസിക്കുന്ന ആ ലോഡ്ജിലെ ആൾ ചോദിച്ചു ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് ഉടുത്തൊരുങ്ങി പോരാൻ നേരത്തെ ഒരു ചോദ്യം, എവിടുത്തുകാരനാ, എവിടുന്നാ വന്നത്? ഞാൻ പറഞ്ഞു കോട്ടയത്ത് നിന്നാ വന്നത്. അദ്ദേഹത്തിന് അതൊരു സന്തോഷമായി. ഓ, കോട്ടയത്ത് നിന്നാ? കോട്ടയം അങ്ങനെയാ പലരും ധരിച്ചിരിക്കുന്നത്. കാര്യം അത് അക്ഷര നഗരമാണ്, നഗരിയാണ് കോട്ടയം. അവിടുന്ന് വന്നെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, കോട്ടയമില്ലാതെ കോട്ടയത്തു നിന്ന് വന്നു എന്ന് പറയാൻ പറ്റുമോ? കോട്ടയമുള്ളത് കൊണ്ടല്ലേ കോട്ടയത്തു നിന്ന് വന്നു എന്ന് പറഞ്ഞത്. എൻ്റെ യേശു സ്വർഗത്തിൽ നിന്ന് ഞാൻ വന്നു എന്ന് പറയണമെങ്കിൽ സ്വർഗമില്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്നെന്ന് പറയാൻ ഒക്കുമോ? യേശു പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു, അഥവാ സ്വർഗമുണ്ടെന്ന് അവിടുന്ന് സ്ഥാപിച്ചതാ. സ്വർഗമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ യേശു നരകത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? എങ്ങാണ്ട് അല്ല, ബൈബിളിലുണ്ട്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി നരകത്തിൽ കടക്കുന്നതിനേക്കാൾ ഒരു കണ്ണുള്ളവനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് നല്ലത്. അവിടെ നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാ. വീണ്ടും യേശു പറഞ്ഞു, നിന്റെ കൈ നിനക്കടർച്ച വരുത്തിയാൽ ആ കൈ വെട്ടി എറിഞ്ഞു കളക. 2 കൈയുള്ളവനായി നരകത്തിൽ കടക്കുന്നതിനേക്കാൾ ഒരു കൈയുള്ളവനായി സ്വർഗത്തിൽ കടക്കുന്നു നല്ലത്. അവിടെയും യേശു നരകത്തെ കുറിച്ച് പഠിപ്പിച്ചു. വീണ്ടും യേശു പറഞ്ഞു, അവിടുത്തെ തീ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല എന്ന്. അപ്പോൾ ഒരു നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും യേശു വ്യക്തമായി പഠിപ്പിച്ചെങ്കിൽ പ്രിയരെ കേട്ടോളുക, മനുഷ്യൻ ദൈവത്തെ വിട്ടു പാപനിമിത്തം നഷ്ടപ്പെട്ടത് എങ്ങോട്ടാണ്? നിത്യമായ നരകത്തിലേക്ക്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. ആ നരകത്തിന് 2ാം മരണമെന്നാണ് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര്.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. എന്താണ് അവിടെ കാണുന്നത്? നരകത്തെയും മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. നരകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് രണ്ടാമത്തെ മരണം. വെളിപ്പാട് 21:8 കേട്ടോണം. എല്ലാം വചനമായി പറയുന്നത്. വെളിപ്പാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചന കൂടാരത്തിലും പരിസരത്തും എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പാപനിമിത്തം ദൈവത്തെ നഷ്ടപ്പെടുത്തി നിത്യമായ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ഒരു പ്രയോജനവുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഉപദേശിമാർ പരസ്യയോഗത്തിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു സംഭവമാ, കഥയല്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ, അദ്ദേഹം നമുക്കറിയാം 3-ാം സാമ്രാജ്യത്തിൻ്റെ വലിയ തലവനാണ്. 3-ാം സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുൻപിൽ 2 സാമ്രാജ്യം വേണം. ഏതൊക്കെയായിരുന്നു ആ സാമ്രാജ്യം അറിയാമോ? ഒന്ന് ബാബിലോൺ സാമ്രാജ്യം, രണ്ടാമത്തേത് മേദിയ പാർസിയ സാമ്രാജ്യം. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അതിനുശേഷം വന്നതാണ് ഈ ഗ്രീക്ക് സാമ്രാജ്യം. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ തലവനാരായിരുന്നു? അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു. കേൾക്കണം നിങ്ങൾ, 30-31 വയസ്സുകളിലെ തൻ്റേതായ മിടുക്കുകൊണ്ട് എത്രയോ രാജ്യങ്ങളെയാണ് കീഴ്പ്പെടുത്തി തൻ്റെ സാമ്രാജ്യം വളർത്തിയത്. ഒടുവിൽ വിഷജ്വരം ബാധിച്ചെന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുകയാണ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ തൻ്റെ ആളുകളെ അടുക്കൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാണ്. ഞാൻ മരിക്കുമ്പോൾ എന്നെ കിടത്തുന്ന ശവമഞ്ചത്തിൻ്റെ വെളിയിലേക്ക് എൻ്റെ 2 കൈകളും ഒന്ന് മലർത്തിയിട്ടേക്കണം. ആരോ ചോദിച്ചു, പ്രഭു അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കറിയാം. ലോകം അറിയട്ടെ. ലോകത്തിൽ സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകമറിയട്ടെ. അയാൾക്കതാണ് പറയാനുള്ളതെങ്കിൽ തെറ്റുവിളയിലെ നിങ്ങൾക്ക് ഇതിൽ പരം എന്ത് പറയാനുണ്ട്? വെട്ടിപ്പിടിച്ചതും കൂട്ടിപ്പിടിച്ചതും എല്ലാം ഇവിടെ ഇട്ടേച്ചു പോകും. കാരണം ഇതിനേക്കാൾ വലുതാണ് തമ്പുരാൻ നിങ്ങളുടെ മൺകൂടാരത്തിലേക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവെന്ന നിക്ഷേപമെന്ന് പറയുന്നത്. അതിപ്പോൾ നരകത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവിടേക്ക് പോയാൽ മതിയോ? ഇന്ന് രാത്രിയിൽ, ഈ പ്രഥമ രാത്രിയിലെ ഈ യോഗം നിമിത്തം സംഭവിക്കേണ്ടത്, ആ നരകത്തിൽ നിന്ന് ഇന്ന് രാത്രി കരകയറണം. ഇല്ലേ? നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നിലവിളക്ക് കൊളുത്തി കഴിയുമ്പോൾ ചിലർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? നരകത്തിൽ നിന്നെന്നെ കരകയറ്റിയിടണം തിരുവൈക്കം ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറില്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നരകത്തിൽ നിന്ന് കരകയറണം. എന്താണ് അതിൻ്റെ മാർഗം? ഇനി രണ്ടാമത്തെ ചോദ്യം, അതിൻ്റെ മറുപടി പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താ യേശു ചോദിക്കുന്നത്? അല്ല, അങ്ങനെ നഷ്ടപ്പെട്ട ആത്മാവിനെ വീണ്ടെടുക്കാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇന്ന് അതിന് ഉത്തരം കണ്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഈ നരകത്തിലേക്ക് പോയ സകല ലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവിനെ അവിടെ നിന്ന് വീണ്ടെടുക്കാൻ എന്തു മറുവില കൊടുക്കും? പറ നിങ്ങൾ, എന്തു മറുവില കൊടുക്കും? മതങ്ങൾ പറയുന്ന കർമാദികൾ ചെയ്താൽ മറുവില കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചോദിക്കാം. ഞാൻ ഒരു വലിയ കന്നാസ് നിറയെ എണ്ണയും കൊണ്ട് ചെല്ലുക ദൈവത്തിൻ്റെ അടുക്കലേക്ക്. സപ്പോസ് സങ്കല്പിക്കുക, ദൈവം ചോദിക്കുക, ഇതെന്നാടാ? ഇത് ഒരു കന്നാസ് എണ്ണയുണ്ട്. ഇത് എത്ര കിലോ ഉണ്ടടാ? ഇത് 10 കിലോ ഉണ്ട്. ഞങ്ങളുടെ കേരളത്തിലെ കിലോ പറയാൻ പോവുക. കേരളത്തിൽ ഇപ്പോൾ 500 രൂപയോട് അടുത്തുണ്ട്. അങ്ങനെയെങ്കിൽ 10 കിലോയ്ക്ക് 5000 രൂപ. ഇതെന്തിനാടാ? എൻ്റെ പാപം മോചിച്ച് തരണം. കൊണ്ടുപോടാ ഇതും കൊണ്ട്. എടാ, നിൻ്റെ ആത്മാവിനെന്ത് വിലയുണ്ടടാ ചാണ്ടപ്പിള്ളേ?
സകല ലോകം. സകല ലോകത്തെയും വിലയുള്ള ഈ ആത്മാവിനെ വീണ്ടെടുക്കാൻ 5000 രൂപയുടെ എണ്ണയും കൊണ്ട് വന്നാൽ എങ്ങനെയാടാ ഒക്കുന്നത്? ദാ വരുന്നു ഒരുത്തൻ വലിയൊരു കാളയും കൊണ്ട് വരിക. കാളയും കൊണ്ട് വന്നപ്പോൾ ദൈവം ചോദിച്ചു, എന്തിനാടാ ഈ കാള? എൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടിയാ. ഈ കാളയ്ക്ക് ഇപ്പോൾ എന്ത് വിലയുണ്ട്? കർത്താവേ, ഇപ്പോൾ ഒരു 25,000 30,000 രൂപ ഇത് കൊടുത്താൽ കിട്ടും. നിന്റെ ആത്മാവിന് എന്ത് വിലയുണ്ടടാ? അത് സകല ലോകത്തേക്കാൾ വില. കൊണ്ടുപോയിക്കോണം. 30,000 കൊണ്ട് വന്നിരിക്കുക. നിന്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില ഇതുകൊണ്ടെങ്ങനെ സാധിക്കും? അപ്പോൾ ഒരുത്തൻ പറയുക, എൻ്റെ 5 ഏക്കർ സ്ഥലം അങ്ങ് വിറ്റു. എന്തോ കിട്ടിയടാ? 5 ഏക്കറിന് 5 കോടി എനിക്ക് കിട്ടി. 5 കോടി എന്തിനാടാ? നിങ്ങൾക്ക് മനസ്സിലാക്കാനാ ഇങ്ങനൊക്കെ പറയുന്നത്. 5 കോടി എന്തിനാടാ? അതെന്നെ രക്ഷയ്ക്ക് വേണ്ടിയാ നരകത്തിൽ നിന്ന്. നിന്റെ ആത്മാവിന് വില എന്തുണ്ട്? അത് സർവ്വലോകത്തേക്കാൾ. കൊണ്ടുപോക്കോണം. 5 കോടി എവിടെ കിടക്കുന്നു? സർവ്വലോകവും എവിടെ കിടക്കുന്നടാ? ഇന്ന് രാത്രി തെറ്റുവിളയിലുള്ളവരും മനസ്സിലാക്കണം, മതങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കർമാദികളിലൂടെ നരകത്തിലേക്ക് നിപതിച്ചു പോയി ആത്മാവിനെ വീണ്ടുകൊള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സാധിക്കുകയില്ലെന്നാണ് ഞാൻ ഇവിടെ സമർത്ഥിച്ചത്. ഹല്ലേലൂയ. പിന്നെങ്ങനെ സാധിക്കും? യേശു തന്നെ മറുപടി കൊടുത്തു. ഹല്ലേലൂയ. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചുകൊള്ളാം. ബഹുമാനപ്പെട്ട ദൈവദാസൻ എന്നോട് ചോദിച്ചു വാക്യം വായിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, വായിപ്പീരൊക്കെ ഞാൻ നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാ, ഒരു മൈക്കും പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കും. ഞാൻ പറയുന്ന എല്ലായിടും ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റുകയില്ല. പിന്നെ മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വായിരുന്നും പറഞ്ഞുകൊണ്ട് ഞാനിരിക്കും. അതിനേക്കാൾ വലിയ പ്രസംഗിക്കുന്ന ഉപദേശിമാരെല്ലാം ഇതൊന്ന് മാതൃകയാക്കിയാൽ നല്ലതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ആ ഭാഗം പറഞ്ഞു വിടുക. ആ സങ്കീർത്തനം 49-ന്റെ 7-8 വാക്യങ്ങൾ എന്താ കേട്ടോ? സഹോദരൻ ശവക്കുഴി കാണാതെ, കേൾക്കണേ, നിർത്താൻ പോവാ പ്രസംഗം. ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പിൻ്റെ വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അടിവരയിടണം. തെറ്റുവിളക്കാർ അതിനടിയിൽ വരയിടണം. ആർക്കും കഴിയുകയില്ല. കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പിൻ്റെ വില വിലയേറിയത്. അതൊരു നാള് സാധിക്കുകയില്ല. തെറ്റുവിളെ ഈ പ്രഥമ രാത്രി ഞാൻ വിളിച്ചു പറയുകയാ, നിന്റെ ആത്മാവിനെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ നിന്റെ പണം ആവശ്യമില്ല, നിന്റെ തീർത്ഥാടനം ആവശ്യമില്ല, നിന്റെ കാണിക്കകൾ ആവശ്യമില്ല, നിന്റെ ഒരു കർമ്മങ്ങളും ആവശ്യമില്ല. കാരണം നിന്റെ ആത്മാവിന്റെ വില സകല ലോകത്തേക്കാൾ വിലയാ. അങ്ങനെയെങ്കിൽ യേശു ചോദിക്കുന്നു, ഇതെങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? യേശു അതിന് മറുപടി മക്കളെ കൊടുത്തു. മർക്കോസ് 10:45. അവിടെ എന്താ യേശു പറഞ്ഞത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും, അടുത്തത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് ഒരു കാലത്ത് സാധിക്കുകയില്ല. യേശു പറഞ്ഞു, അത് സാധിക്കാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. അത് സാധിക്കാനാണ് ഞാൻ വന്നത്. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല കേട്ടോ. മാളോര് മനസ്സിലാക്കണം. എന്തിനാ യേശുവിനെ എതിരിടുന്നത്? എന്തിനാ യേശുവിനെ നേരെ വരുന്നത്, ഉപദ്രവിക്കുന്നത്? യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. പ്രസംഗിക്കുന്നതും മതം മാറ്റ പ്രസംഗമല്ല. യേശു സ്ഥാപിച്ചതല്ല ഈ മതം. യേശു ലോകത്തിൽ വന്നത് പാപനിമിത്തം ദൈവത്തിങ്കൽ നിന്ന്
നരകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ആത്മാവിന് മറുവിലയായി തീർന്നുകൊണ്ട് അവനൊരു വീണ്ടെടുപ്പ് നടത്തേണ്ടതിന് യേശു വന്നതാണ്. യേശു വന്നതാണ്. എങ്ങനെയാണ് ആ വീണ്ടെടുപ്പ് നടന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ പറഞ്ഞേ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, വീണ്ടെടുക്കുമെന്നല്ല, വീണ്ടെടുത്തിരിക്കുന്നത് എടുത്തു. വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ലെന്ന്. അത് മനസ്സിലാക്കാതെ കൊടുത്തതാ, ഇളക്കിക്കൊണ്ടുപോയത്. ഇവിടെ അല്ല, കേരളത്തിൽ ഇളക്കിക്കൊണ്ടുപോയി. പൊന്നു കൊടുത്തതാ, പൊന്നും കൊണ്ട് ആമ്പിള്ളാര് പോയി. എന്താ ഈ കണ്ണു തുറക്കാത്തതെന്ന് ഞാൻ മനസ്സിലാകുന്നില്ല. പൊന്ന്, വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അടുത്തത് ക്രിസ്തുവെന്ന നിർദോഷവും ദുഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ മറുവിലയായി കൊടുത്തു. ജീവന് പകരം ജീവൻ കൊടുത്തു. ജീവന് പകരം ജീവൻ കൊടുത്തു. ഇന്ന് രാത്രി ഒരു വസ്തുത പറയാം. ക്രൂശിൽ സംഭവിച്ചത് മരണമില്ലാത്തവൻ്റെ മരണമാണ്. ക്രൂശിൽ സംഭവിച്ചത് മരണമില്ലാത്തവൻ്റെ മരണമാണ്. ദൈവത്തിനു മരണമില്ല. എന്നാൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവനെ തന്നു മരിച്ചു. എന്തിന്? നമ്മുടെ മറുവിലയ്ക്ക് വേണ്ടി. അങ്ങനെ നമുക്കൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. ശത്രുത്വമൊക്കെ പോയെന്ന്. ശത്രുത്വമൊക്കെ പോയി. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞു 9-ന് 2-3 മിനിറ്റ് ഉള്ളപ്പം നിർത്തും. അതെന്തിനാന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ അത്രയും മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയണം. പ്രാർത്ഥനയുടെ ഇടയിൽ ജനം എഴുന്നേൽപ്പിച്ചു വിടാനിട വരരുത്. ദൈവം സഹായിക്കട്ടെ. വീണ്ടെടുപ്പ് സാധിച്ച് ക്രൂശിലേക്ക് നോക്ക്. ശിരസിൽ മുൾക്കിരീടം വെച്ചവനായി, കവിളത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ടവനായി, മുതുകടിച്ചുടുവിജാലുകളെ പോലെ നീളത്തി കീറപ്പെട്ടവനായി, കൈകളും കാലുകളും ആണികളാൽ തുളയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടവനായി, ശിരസ് മുതൽ പാദം വരെ രക്താഭിഷിക്തനായി, ക്രൂശിന്മേ കാണുന്ന ദാരിദാ, ക്രൂശിന്മേ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ എന്റേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എന്റേർക്കായി ചാകുന്നു. ക്രൂശിലേക്ക് നോക്കിയാൽ എൻ പേർക്കായി ചാകുന്ന ദൈവപുത്രൻ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ, രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാർ, അത്രയ്ക്ക് തേജസ് നഷ്ടപ്പെട്ടു വിരൂപനായി കിടക്കുന്നവൻ എന്തിനു വേണ്ടി? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വീണ്ടെടുപ്പ് വിലയാകാൻ വേണ്ടി, ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിൻ്റെ വില കൊടുപ്പാൻ വേണ്ടി. അത് ഉറപ്പിച്ചതെങ്ങനെയാണ്? 3-ാം ദിവസം അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനാൽ. സ്തോത്രം.
ഇന്ന് രാത്രിയിൽ ഇവിടെ പാടിയത് അടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ടല്ല. ഇന്ന് രാത്രിയിൽ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചതൊരു അടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ടല്ല. ഈ 1.25 മണിക്കൂർ ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചത് ഒരടയ്ക്കപ്പെട്ട കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ടല്ല. ഒരിക്കൽ അത് അടയ്ക്കപ്പെട്ടതാണെങ്കിലും 3-ാം ദിവസം അത് തുറക്കപ്പെട്ട് ദൈവപുത്രനായ യേശു മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും വിജയം കൊണ്ടാടി ഉയർത്തെഴുന്നേറ്റവനാണ്. ഹല്ലേലൂയ! യേശു മാത്രം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നമ്മുടെ മധ്യേ അവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സമീപത്ത് വന്നിട്ടുണ്ട്, നിങ്ങളുടെ കസേരയുടെ സമീപത്ത് വന്നിട്ടുണ്ട്. തെറ്റുവിളയിൽ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ വീട്ടുകാരുടെ അടുക്കലേക്കും ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശു വന്നിട്ടുണ്ട്. അവിടുന്നാണ് രക്ഷിതാവ്, അവിടുന്നാണ് വീണ്ടെടുപ്പുകാരൻ. ഈ രക്ഷിതാവിനെ ഇന്ന് രാത്രി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ ആത്മാവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്യുന്നത്. എൻ്റെ 19-ാം വയസ്സിൽ എനിക്ക് ഈ ഭാഗ്യമുണ്ടായി കേട്ടോ. നാളെ ഞാൻ പ്രസംഗിക്കുന്നില്ലല്ലോ, സാക്ഷ്യം കൂടെ പറഞ്ഞേച്ചു പോകാം ഒരു വാക്കിൽ. 19-ാം വയസ്സിൽ എൻ്റെ ആളുകളെല്ലാം CSIക്കാരാണ്. കോട്ടയം മധ്യ കേരള മഹായിടവകയുടെ ഒരു വലിയ പള്ളിയുണ്ട്, തലവടി കുന്തിരിക്കൽ, വലിയ പള്ളിയാണ്. അച്ഛന്മാർ, അന്നത്തെ തോമസ് കെ ഉമ്മൻ എന്ന് പറയുന്ന ആ ബിഷപ്പ്, അത് കഴിഞ്ഞ് മോഡറേറ്ററായി. അതെല്ലാം ഈ പറഞ്ഞ കുന്തിരിക്കൽ ഇടവക ഞങ്ങൾ രണ്ടുപേരും സതീർത്ഥ്യരാണ്, ഒന്നിച്ച് പഠിച്ചവരൊക്കെയാണ്. സൺഡേ സ്കൂളിലും അതുപോലെ 7 വരെയുള്ള ക്ലാസ്സുകളിലും. അങ്ങനെ CSIയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന യോഗത്തിൽ അന്ന് രാത്രി പ്രസംഗിച്ച ദൈവദാസൻ യേശുവിൻ്റെ ക്രൂശീകരണം എനിക്ക് വേണ്ടിയാണെന്ന് പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി തന്നപ്പോൾ ഇരു കണ്ണുകളും നിറഞ്ഞ് അന്ന് രാത്രി ആ സദസ്സിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് എൻ്റെ 19-ാം വയസ്സിൽ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനെ കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്കായി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഇന്നുവരെ ഈ അനുഭവമില്ലാത്ത കുഞ്ഞുങ്ങളോ ചെറുപ്പക്കാരികളോ പ്രായമുള്ളവരോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉദ്യതനായ യേശു നിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വേല തികച്ചിട്ട് നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. മകനെ, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തരിക. എൻ്റെ ചോരയാൽ നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും, നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. ആർക്കാ രക്ഷ വേണം? ആർക്കാണ് ആ വീണ്ടെടുപ്പ് വേണ്ടത്? യേശു വരാറായി. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഇപ്പോൾ കിട്ടിയെങ്കിൽ ഇനി ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കിട്ടാൻ പോവുകയാണ്. അതാണ് തിരുവെഴുത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോടനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ! ഈ ശരീരത്തിന്, ദൈവമക്കളെ, ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് ലഭിക്കാൻ പോവുകയാണ്. വിവിധമായ രോഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഇന്ന് എത്ര ഗുളിക തിന്നോ? ഞാനും തിന്നു, നിങ്ങളും തിന്നുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ വീടുകൾ ചിലപ്പോൾ ഒരു മിനി മെഡിക്കൽ ഷോപ്പാണ്, ഇല്ലേ? മെഡിക്കൽ ഷോപ്പാണ്. ആഹാരം കഴിഞ്ഞിട്ടൊരു ഡെപ്പി എടുത്ത് മുന്നിലേക്ക് വയ്ക്കും, തുറന്ന് ഓരോന്ന് പൊളിച്ചങ്ങ് അടിക്കുക. ഇതെന്തിനാ? ഇത് ഷുഗർ. ഇതെന്തിനാ? ഇത് BP. ഇതെന്തിനാ? ഇത് കൊളസ്ട്രോൾ. ഇതെന്തിനാ? ഇത് ഹാർട്ട്. ഓരോന്നടിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഈ താഴ്ചയുള്ള ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് കിട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ! ഒന്നിച്ച് നമുക്ക് ആ വചനമൊന്ന് പറയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ! ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏക വീണ്ടെടുപ്പുകാരൻ യേശു, ഏക രക്ഷിതാവ് യേശു, ഏക ദൈവം യേശു, ഏക മധ്യസ്ഥൻ യേശു, ഏക കർത്താവ് യേശു. ആ യേശുവിനെ ഏറ്റെടുക്കാത്തവർ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.